ഹായ് നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 6790 എന്ന് പറഞ്ഞ GPയുടെ മോഡൽ കാർ വാഷറിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് ആയാലും എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് മെഷീൻ നമ്മുടെ. ഇതിനകത്ത് നമുക്ക് ഇത് മെഷീൻ എല്ലാവർക്കും പരിചയമുള്ളൊരു മെഷീനാണ്. ഇതിനകത്ത് നമ്മൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വിച്ച് വന്നേക്കണത്. ഈ സ്വിച്ചിൻ്റെ നോബ് ഇതാണ്. സ്വിച്ച് ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കണോ, ഈ സാധനം റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന രണ്ട് 4 സ്ക്രൂ ടോപ്പ്, പിന്നെ ഈ കാണുന്ന 2 സ്ക്രൂ, ഇതാദ്യം അഴിച്ച് മാറ്റിയാലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം അഴിച്ച് മാറ്റണം, എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ സ്ക്രൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് വന്നേക്കണത് പറഞ്ഞാൽ സ്ക്രൂ വന്നേക്കണത് LK സ്ക്രൂ ആണ്. തന്നെ സ്റ്റാറോ മൈനസോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. LKയുടെ ഈ സാധനം ഇട്ടിട്ട് അഴിച്ച് മാറ്റുക. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതിയൊന്ന് തിക്കി കൊടുത്താൽ നിങ്ങളുടെ ഊരിപ്പോരും. നിങ്ങളുടെ ഊരിപ്പോന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ടാവും. ഈ കവറ് ഊരിക്കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. ഇനി ഇവിടുത്തെ 2 സ്ക്രൂവും ഇവിടുത്തെ 2ഉം അങ്ങനെ മൊത്തം 5 സ്ക്രൂ അഴിച്ചെടുക്കണം. അഴിച്ചു കഴിയുമ്പോൾ ഈ കാണുന്ന കവർ ഊരിപ്പോയി. സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇത് പഴയ മോഡലിൽ ഇവിടെ സ്ക്രൂ ആയിരിക്കട്ടെ ഈ സാധനം. പുതിയ മോഡലിൽ നിന്നേക്കണ വെറുതെ ഇങ്ങനെ വയർ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ കവറാണ് വരുന്നത്. ഈ കവറ് ഈ കമ്പി ഇവിടെ നിൽക്കണോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഊരിപ്പോരില്ല. കണ്ടാ ഇങ്ങോട്ട് പോരില്ല. അപ്പം ഇത് ഊരണമെന്ന് പറഞ്ഞാൽ ഇത് ഊരിയിട്ട് പതിയെ ഇങ്ങനെ ചരിച്ചത് ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു നൈസായിട്ട് ഇതിവിടെ ചരിച്ചിങ്ങനെ കാണിക്കും. അപ്പോൾ പ്രത്യേക ആംഗിളിൽ ഇങ്ങനെ പതിയെ കാണിച്ചാൽ പെട്ടെന്ന് വരില്ല. കാരണം ഇത് തിങ്ങലായിരിക്കും. അത് ഈ കമ്പി ഇവിടെ നിൽക്കൊണ്ട് പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ ചരിച്ച് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് ഊരിപ്പോരും. ഇത് ഒറ്റ കൈ കൊണ്ട് ഊരിപ്പോരില്ല, 2 കൈ പിടിച്ചാലേ വരുള്ളൂ. ഇനി ഈ വയർ ഈ ഹോളിനുള്ളിൽ കൂടി ഇടണം, എന്നാലേ അവിടെ ഊരിപ്പോരുള്ളൂ. വയർ ഈ ഗ്യാപ്പിൽ വലിയ ഹോളിൽ കൂടി അങ്ങോട്ട് കയറ്റിയ ഊരിപ്പോണം. ഇനി ഈ കാണുന്നതാണ് സ്വിച്ച്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ചിന്റെ നോബ് ഈ കാണുന്ന നേരെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും. എടാ നമ്മൾ മാറ്റി വെക്കുക. ഇനി ഈ കാണുന്ന 1, 2, 3 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ കവർ ഊരിപ്പോരും. ആ സ്ക്രൂ അഴിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ് ഇനി ഈ കപ്പ് വെറുതെ ഇങ്ങോട്ട് പൊക്കിക്കഴിഞ്ഞാൽ ഊരിപ്പോരും. ഇതല്ല, ഇതിപ്പോൾ സ്വിച്ച് അടക്കം ഇങ്ങോട്ട് ഊരിപ്പോന്നിട്ടത്. ഇതാണ് ഇതിൻ്റെ കപ്പ്. ഈ കപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് സ്ക്രൂ. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഷോർട്ടായി കിടക്കുകയാണ്. വർക്ക് ചെയ്യുമ്പോൾ അങ്ങാടി ഇങ്ങോട്ട്, അതായത് ഓണിലും ഓഫിലും ഒപ്പം വർക്ക് ചെയ്യുന്നു. അതായത് ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ ഷോർട്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഒപ്പം വർക്ക് ചെയ്യുന്നത്, അതായത് ഓഫ് ആവാത്തത്. അപ്പോൾ ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്വിച്ച്. ഇതിനകത്ത് സ്വിച്ചിൻ്റെ ഇവിടെ ഒരു ലെഗ് പതിയെ കത്തിയിട്ട് കത്തി അകത്തോട്ട് പോയി. ഇതിൽ നീളം കൂടുതൽ, നീളം കുറവാണ്. കത്തി അകത്തോട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ സാധനം ഇനി മാറ്റി വേറെ വെക്കുക. ഈ സ്വിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്വിച്ച് ഇതിൻ്റെ കറക്റ്റ് പൊസിഷനല്ല വെക്കണമെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ഇതിനകത്ത് വീഴൂല. അപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ വയറുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. കുറേ വയറുകളും അതിൻ്റെ അകത്ത് നിന്ന് പോയേക്കണ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത് കയറ്റി ഇവിടെ കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിലെ കവർ, ഇതിൻ്റെ മഞ്ഞ കവർ വീഴൂല. ഇതിങ്ങനെ കറക്റ്റ് സീറ്റിങ്ങിൽ വീഴണം. ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി, ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഈ കപ്പ് കവർ ഇടണം. ഇത് ഇടുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വശമുണ്ട്, ആ വശം കീപ്പ് ചെയ്തിടണം, അല്ലെങ്കിൽ തിരിയൂല.
ഇട്ട് കഴിഞ്ഞ് ഓൺ ഓഫ്. അപ്പോൾ കാർ വാഷിൻ്റെ സ്വിച്ച് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ നീ കണ്ടുകൊണ്ടിരുന്നത് അത് ലോഡ് കൂടിയിട്ട് ചൂടായിട്ട് അതിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ആയതാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് മാറ്റി കഴിഞ്ഞ് അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ ഞാൻ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ കാർ വാഷിൻ്റെ സ്വിച്ച് മാറ്റുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അങ്ങനെ സംഭവങ്ങളൊക്കെ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ.